ഹലോ, ഇന്ന് രാവിലെ ഞാൻ ഇത്തിരി നേരത്തായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടിട്ട് കുറച്ച് നേരം കൂടി പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റു വന്നപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം മഴ തോർന്നിട്ടുള്ളൊരു അന്തരീക്ഷം, ചൂട് കാലത്ത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മക്കൾ, പൂച്ചായി മക്കളൊക്കെ ഇറങ്ങിയിരുന്നു. അത് നിൽക്കുന്ന വീടുണ്ടല്ലോ, പുതിയ വീട് പണിത്, ആ ബാക്കിൽ പറമ്പിൽ ഒരു പുതിയ വീട് വന്നത് വിൽക്കാനുള്ള വീടാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു വീടാണ്, 2 നില വീടാണ്, നല്ല അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ മഴ തോർന്നിട്ടുള്ള ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ അരി ഇട്ടിട്ടുള്ള കാരണം ചോറ് വെന്തുടങ്ങിയതിൻ്റെ അത് ഊറ്റി പാദ്യം പുറത്തടച്ച് ക്ലീനാക്കി ഇടണമാക്കി. പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച തുണി ഉണ്ടായിരുന്നു, അത് തിരിയാനായിട്ടിട്ട് അപ്പോൾ അത് പകുതിയായിട്ടുണ്ട്. ഈ ബോണിയിലുള്ള തുണി കല്ലുമ്മ ഒന്ന് ഊരി പിഴിഞ്ഞ്, ഞാൻ നിത്തി കൊടുക്കണ ഡ്രസ്സാണ്. അപ്പോൾ ഞാനത് വാഷിംഗ് മെഷീനിൽ ഇടലില്ലേ, ഊരി പിഴിഞ്ഞെടുക്കുള്ളൂ, കല്ലും വിട്ട് കുത്തി തിരുമ്പെടുക്കുള്ളൂ. അങ്ങനെ ഞാൻ പപ്പക്കായ 4 പപ്പക്കായ ഉപ്പേരിക്ക് വേവിച്ച് വെച്ചു. അതിൻ്റെ ഇടയിൽ പുട്ടുണ്ടാക്കി. പുട്ടും കടലയും ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഫുഡ് കേട്ടോ. വെളുത്തുള്ളി ചതച്ച് ഞാൻ പുള്ളിക്ക് പപ്പക്കായ കാച്ചാനാക്കി സെറ്റാക്കിയിട്ടാ. പിന്നെ മുട്ട പുഴുങ്ങാണ്ടായിരുന്നു 3-4. പിന്നെ തലേദിവസം മേടിച്ച മീനിന്ന് ഞാൻ കറി വെച്ച് കഴിഞ്ഞപ്പോൾ 3 ഞാൻ എടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടിൻ്റെ കടല ഉണ്ടാക്കി. അങ്ങനെ ഞാൻ പപ്പക്കായ ഉള്ളി മരിഞ്ഞ് വന്നപ്പോൾ അതിലിട്ട്. ദിവസം നമ്മൾക്ക് ഒരു പപ്പക്കായ വേവിച്ചിട്ട് അധികം മുളകില്ലാതെ കറി വെച്ച് കഴിച്ച് വയറിന് നല്ലതായിരിക്കും കേട്ടോ, പ്രതിരോധ ശക്തി കിട്ടും. പിന്നെ ഞാൻ നടപ്പുറം മുറ്റം നിൽക്കുന്നു കാണിച്ചത് പറഞ്ഞ എൻ്റെ ചെടികളൊക്കെ മഴ വന്നപ്പോൾ തണവ് പിടിച്ചപ്പോൾ നല്ല സൂപ്പറായി നിൽക്കുക. അധികം വെള്ളം വേണ്ടാത്ത ചെടികളാണല്ലോ അവരൊക്കെ. ഉമ്മർത്തണ തന്നെ മുറ്റം സൗകര്യം കുറഞ്ഞ കാരണം. അത് മുറ്റത്താണെങ്കിൽ നിറച്ച് ചെളിയാണ്. അപ്പോൾ ഒരു പട്ടി വണ്ടി മെറ്റൽ വാങ്ങിച്ച് മുറ്റത്തിട്ടു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കയറി വന്നിട്ട് മീനിൽ ഉപ്പും മുളകൊക്കെ തിരുമ്പി വറുക്കാൻ വെച്ചു കേട്ടോ. 3 ചൂരക്കണ്ണിയാണ് മീൻ, നല്ല രസമുള്ളൊരു മീനാണ്. ചൂരക്കണ്ണി നെയ്യുണ്ട്, അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെച്ച എൻ്റെ ഫുഡുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കുള്ള എൻ്റെ ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇലയിലാണ് ചോറ്, വേറെ ഒന്നുമല്ല, എനിക്ക് പുറത്ത് വേദന വരാൻ കയ്യിൽ ഭാരമൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാണണം. അപ്പോൾ ബാഗിൽ ഇലയിൽ ചോറ് പൊതിഞ്ഞ് വയ്ക്കും. വെള്ളം കുപ്പി ഒരു ചെറിയ കുപ്പിയാക്കി, ഒരു കുപ്പി വെള്ളം മാത്രമേ ഞാൻ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡും ഇതിൽ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു പാത്രം ചോറുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് കഴിഞ്ഞു. മീൻ കറി, പിന്നെ മീൻ പപ്പക്കായ ഉപ്പേരിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം വരയ്ക്കുക പരിപാടി കഴിയും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇലയിൽ ചോറൊക്കെ പൊതിഞ്ഞ് ജോലിക്ക് പോകാനായിട്ട് സെറ്റായിട്ട് അത് പൊതിഞ്ഞ് വെച്ച് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറി ജോലിക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ബൈ.